ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വ്ളോഗായിരുന്നു. ഒരു ഓണത്തിൻ്റെ ടൈമിലൊക്കെ ഞാനും അയനും കൂടിയിട്ട് സൂഡിയോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ നമ്മുടെ ചാലിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. കാരണം നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞങ്ങളുടെ പൊട്ടിപ്പൊളിഞ്ഞ ചാലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയത് നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് കേട്ടോ അത് കാണിച്ചത്. സൂഡിയോ മാത്രം എയിം ആക്കിയിട്ടല്ല വന്നിക്കുന്നത്, നമുക്ക് വേറൊരു ഷോപ്പും കൂടി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ സൂഡിയോ ആണ് കയറുന്നത്. സൂഡിയോയിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാനും അയനും കൂടിയിട്ട് സൂഡിയോ പോണത്. ഓണത്തിൻ്റെ ലാസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ എത്തിയ സമയം ഓഫറിൻ്റെ അവസാന ഘട്ടമാണ്. കുറച്ചൊക്കെ ഓഫറുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ നോർമൽ പ്രൈസ് തന്നെയാണ്. അപ്പം ഞാനും അയനും കൂടിയിട്ട് ഫുള്ള് ആദ്യം അടിയിലായിരുന്നു, പിന്നെ മുകളിലേക്ക് പോയി, പിന്നെ അങ്ങനെ വീണ്ടും അടിക്ക് വന്നു. ഫുള്ളൊരു അരിച്ചു വർക്കിലാണ് കേട്ടോ. ഇപ്പം സെക്കൻഡ് ഫ്ലോറിലാണ് അയാൻ്റെ സെക്ഷൻ. കുട്ടികളുടെ സെക്ഷനുള്ള ആ ഒരു ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ഗേൾസിൻ്റെ സെക്ഷനും. അപ്പം ഓഫറിലുള്ള സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് പറ്റിയതല്ല കേട്ടോ. എന്നാലും ജസ്റ്റ് ഞാനിങ്ങനെ നോക്കും പറ്റിയത് വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ ടൈമിലൊരു ട്രിപ്പ് പോകണ്ടായിരുന്നു. അപ്പം അതിനെ മെയിനായിട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അയാൻ്റെ കയ്യിലാണ് ക്യാമറ, അതുകൊണ്ട് തന്നെ അയാൻ്റെ രീതിക്കാണ് എടുക്കുന്നത്. ഞങ്ങളെപ്പോഴും സ്റ്റുഡിയോയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അയാനും കൂടിയിട്ട് ഏറ്റവും കൂടുതൽ തല്ല് കൂടുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അയാൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവനക്ക് ഇഷ്ടമുണ്ടാവില്ല, അതുപോലെ തന്നെ അവനക്ക് ഇഷ്ടപ്പെട്ടതൊന്നും എനിക്ക് പറ്റില്ല. അപ്പം അവൻ ഈ ഒരു ഇടയിട്ട് അവന് ബാഗി പാൻറ്റിൽ അഡിക്റ്റ് ആയിരിക്കുകയാണ്, അതും ബ്ലാക്ക് കളറ്. അപ്പോൾ 2 ഓൾറെഡി ഉണ്ട്, എന്നാലും അവനക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ചങ്ങോട്ട് തോറ്റ് കൊടുത്തു, അവനക്കത് മേടിച്ചു കൊടുത്തു. ശേഷം നമ്മൾ വീണ്ടും താഴത്തോട്ട് ഇറങ്ങി ഓർണമെൻ്റ് സെക്ഷനിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തപ്പി നോക്കിട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട അതേ കളക്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ എടുക്കാൻ നിന്നില്ല. അതിനുശേഷം ഞാൻ ഓഫറിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ കസിൻ ജാസ്മിൻ എന്നോട് നല്ലൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഭാഗത്തേക്ക് പോണത്. അങ്ങനെ കുറേ തപ്പി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് എടുത്തു കേട്ടോ. അത് അവൾക്ക് ഇതുവരെയായിട്ടും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതാണ് രസം. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി കുറച്ച് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ അത്ര ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. നെക്സ്റ്റ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ട് ആഗ്രഹിച്ച ഒരു ഡ്രസ്സ് തപ്പിയിട്ടുള്ള ഒരു നടത്താണ് കേട്ടോ. വെസ്റ്റേൺ ലേഡി എന്ന് പറയുന്ന ഷോപ്പ് എങ്ങനെയും കണ്ടുപിടിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ തൃശ്ശൂർ മൊത്തം കറങ്ങിയിട്ടുണ്ടാവും. അപ്പം അയാൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഞാനിങ്ങനെ ഫുള്ള് കറങ്ങലാണ് കേട്ടോ. ഒരു 3-3:30 ടൈം ആയിട്ടുണ്ടാവും. ഇതുവരെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ലാസ്റ്റ് അയാൾ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് കറങ്ങാം, അല്ലെങ്കിൽ ശരിയാവില്ല, ബാറ്ററി ഒക്കെ ചാർജ് പോയി തുടങ്ങി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഷാനുഖാൻ്റെ ഒപ്പം ഒരു ഡിസംബർ ടൈമിൽ ഞങ്ങൾ തൃശ്ശൂർ കറങ്ങുന്ന സമയത്ത് കയറിയിട്ടുള്ള അതേ റെസ്റ്റോറൻറ്റിലേക്കാണ് കയറുന്നത്. അപ്പം അവിടേക്ക് കയറാൻ കാരണം അയാനു ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് കറങ്ങണ സമയത്ത്. അപ്പം അയാനു എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോകണം, ഉപ്പാനായിട്ട് അന്ന് പോയ അതേ സെയിം പ്ലേസിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കയറിയതാണ്. അപ്പം അവിടെ കയറിയിട്ട് ആദ്യം നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലൈറ്റായിട്ട് അത് കിട്ടാൻ വൈകിയാലും വിചാരിച്ചിട്ട് ലൈറ്റായിട്ട് പരിപ്പുവടയും കട്ട്ലേറ്റും കൂടി ഓർഡർ ചെയ്തു. പക്ഷേ അത് ലാസ്റ്റ് അബദ്ധമായി എന്നുള്ളൊരു തോന്നൽ വന്നു കേട്ടോ. കാരണം നമുക്ക് നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ള ടെൻഡൻസി അങ്ങനെ പോകും. അപ്പം അങ്ങനെ നമ്മളിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചങ്ങോട്ട് വേസ്റ്റായി പോയെന്ന് പറയാം. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന അൽഫാം മന്തിയാണ് കേട്ടോ. അതുപോലെ അയാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷവായ് മന്തിയാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡിനെക്കാട്ടിയും അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി വൈബാണ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ഓട്ടം തുടങ്ങി. അങ്ങനെ ഫൈനലി നമ്മൾ വെസ്റ്റേൺ ലേഡി കണ്ടുപിടിച്ചു ഗൈസ്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നത്. അപ്പം ഇൻസ്റ്റയിൽ ഒരുപാട് അടിപൊളി കളക്ഷൻസൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പം അതുപോലെ തന്നെ കളക്ഷൻസൊക്കെ സൂപ്പർ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ വില കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. 1000 കുറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ എന്തെടുത്താലും ചെറിയൊരു ഐറ്റത്തിന് പോലും 1000 സംതിങ് 2000 സംതിങ് അങ്ങനത്തെ റേറ്റ്. പക്ഷേ ഞാൻ അത്രയും ആഗ്രഹിച്ച ഒരു ടോപ്പ് ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ നിന്നൊന്നും എടുക്കാണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സിനൊരു സുഖം കിട്ടില്ല. അതുകൊണ്ട് ഞാനിതാ ഈ ഒരു
ലോങ് സ്കേർട്ടാണ് എടുത്തത്. അപ്പം കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു, കുറേ കളർ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അതിന് എനിക്ക് കണ്ണിൽ പിടിച്ചത് ഇതാണ് കേട്ടോ. അപ്പം ഇതെടുത്തു. അതിന് മാച്ചായിട്ട് ഒരു ടോപ്പ് കണ്ടുപിടിക്കണം. കുറച്ച് തപ്പിയിട്ടാണെങ്കിലും അതും സെറ്റായിട്ടോ. അപ്പം ഇത് ആക്ച്വലി ഞാൻ ഒരു ട്രിപ്പ് പോകേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പർച്ചേസൊക്കെ നടത്തിയത്. അപ്പം ഓണത്തിന് ഞാൻ അങ്ങനെ ഓണത്തിന് വേണ്ടി ഒന്നും പർച്ചേസ് ഒന്നും നടത്താറില്ല. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മുടെ ട്രിപ്പിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടു പോയത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.